മുത്തായ മുത്തനബിയോര് ഞങ്ങൾ ചൊല്ലിടുന്നേ. വെള്ളച്ചാലിന്റെ മണ്ണിൽ സ്വർഗമഴ പെയ്യും രാവിൽ ചൊന്നിടാം നിറഞ്ഞിടാം തേടിടാം ഞങ്ങൾ ഇന്ന് നാഥനോട് കനിവിനായി പാടിടാം സദസ്സിൽ നിന്ന് സ്വാഗത പൂമാലയായി പാരിന്റെ നായകരായി വന്നുദിത്ത പൂമലരിൽ ബഹ്റുലോ മദ്രസ അങ്കണത്തിൽ വന്നവരിൽ മുല്ലപ്പൂകെന്തമേറും സുന്ദരമായി വേദിയെന്നേ നെടുന്നേ പാവുകങ്ങൾ വന്നണൈന്ത സ്നേഹിതരിൽ മർഹബ 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 പാടി ഞങ്ങൾ വന്യ ഗുരു നാട്ടുകാരിൽ ഹരിനായി തേടി ഞങ്ങൾ സദസ്സിലുള്ള കൂട്ടുകാരിൽ പരിന്റെ നായകരായി വന്നു ചിത്ത പൂമലരിൽ ബഹ്റുലോ പൂവായ മുത്ത് നബിയോട് മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി വാഹലിൽ കുബ്ബത്തിൽ മഹറായിൽ കുബ്ബത്തിൽ സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി യുൻസുൽ ആരിഫീന അബയദ മൗല സാലിഹീന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. السلام عليكم. بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. السلام عليكم. السلام عليكم. ഏഴാകാശ കൊട്ടാരങ്ങളിൽ അന്തപുരത്തിലലങ്കാരം അവിടമിയൊഴുകും അനഹാറുകളുടെ അഴകലയാ നീ മടയാളം സ്വർഗ കവാടം സ്വരവിധമാക്കും സുന്ദര നബിയാണീ നാമം സിദ്ധറാമുത്തഹശജറത്തിന്റെ ഇലയിൽ കൊത്തിയ ശുഭനാമം പറുദീസകളിലെ തൂമ്പൽ ചെടിയുടെ നറുമണമാണീ ഈ നാമം ഹില്ലിത്തോട് പുണ്യമേയും പൂമദീന ഒന്ന് കാണാമോഹമാണ് പുഞ്ചിരിക്കും ചന്തയപ്പൻ യൗവ കാണാൻ ദാഹമാണ് പുണ്യമേയും പൂമദീന ഒന്ന് കാണാമോഹമാണ് പുഞ്ചിരിക്കും ചന്തയപ്പൻ യൗവ കാണാൻ ദാഹമാണ് മണിമുത്തരാജ താജില്യം തങ്കമനന്നിധിയുതിപതിയാൽ അന്ത്യങ്ങും ചന്തം മുന്തിയ ഗേഹമിന് സലാം ചൊല്ലാം വിദുതയോ. അസ്സലാമു അലൈക്കും. റൗളയുടെ ചാരയായി ഉമ്മയുടെ കൈ പിടിച്ച് ഒരു നാളിൽ ഞാൻ വരും യാ ഹബീബല്ലാഹ്. റൗളയുടെ വാതിലിൽ അന്നൊരു കണ്ണീരിൽ നിൻ സ്വലവാത്തിൻ സുഗന്ധമായി മാറും. റൗളയുടെ ചാരയായി ഉമ്മയുടെ കൈ പിടിച്ച് ഒരു നാളിൽ ഞാൻ വരും യാ ഹബീബല്ലാഹ്.
അന്നൊരു കണ്ണീരിൽ നിൻ സ്വലാവാത്തിൻ സുഗന്ധമായി മാറും. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മഹാനായ സുഫിയാനി സൗദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചൊരു ഹദീസാണ്. മഹാനവറുകൾ ഹജ്ജിന്റെ വേളയിൽ കഅബ ഷരീഫിന്റെ ചാരത്തിരിക്കുകയായിരുന്നു. ആളുകൾ കഅബ തവാഫ് ചെയ്യാൻ വരുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ മഹാനവറുകളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. കണ്ടിട്ടൊരു പണ്ഡിതയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് മഹാനവറുകൾ അത്ഭുതപ്പെട്ടു പോയി. ഈ ചെറുപ്പക്കാരൻ കഅബ തവാഫ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ദുആ മറ്റൊന്നും ചൊല്ലാതെ വെറും സ്വലാത്ത് മാത്രം ചൊല്ലിയാണ് കഅബ തവാഫ് ചെയ്യുന്നത്. മഹാനവറുകൾ അത്ഭുതപ്പെട്ടു പോയി. ഈ ചെറുപ്പക്കാരൻ കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ മഹാനവറുകൾ വിളിച്ചടി തിരിച്ച് ചോദിച്ചു, മോനെ, നീ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് എതിരായി ചെയ്തത്? ഈ ചെറുപ്പക്കാരനാകെ പേടിച്ചു പോയി. ഞാൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് എതിരായി ചെയ്തത്? ഈ ചെറുപ്പക്കാരനാകെ പേടിച്ചു പോവുകയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് ഈ ചെറുപ്പക്കാരൻ പേടിച്ചുകൊണ്ട് പറയുകയാണ്, മഹാനവറുകളെ, ഞാൻ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് എതിരായി ചെയ്തത്? നിന്റെയും നിന്റെ വാപ്പയുടെയും പ്രയാസം കണ്ടു വന്നതാണ്. നിന്റെ വാപ്പ ഒരു പരീക്ഷണത്തിലാണ്. നീ ആ പരീക്ഷണം കണ്ടാണ് കരയുന്നത്. ആ കരച്ചിൽ എനിക്ക് മദീനയിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ല മോനെ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. നിന്റെ വാപ്പ നല്ലൊരു മനുഷ്യനാണ്. ആര് പൈസ കടം ചോദിച്ചാലും ഒരു മടിയും കൂടാതെ എടുത്തു കൊടുക്കുന്ന ആളാണ്. പക്ഷേ ആ പൈസ തിരികെ വാങ്ങുമ്പോൾ പലിശ വാങ്ങുന്ന ആളാങ്ങൾ പോവുകയാണ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. ഈ കണ്ടതിൽ വല്ല സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി എൻ്റെ വാപ്പയുടെ മുഖത്തുള്ള തുണിയെന്ന് മാറ്റിയപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ വാപ്പയുടെ വികൃതമായ രൂപം മാറി നല്ല സുന്ദരമായ മുഖമായിരിക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? സ്വലാത്തിന്റെ മഹത്വം എന്താ? എന്ത് ടെൻഷൻ വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് കഷ്ടപ്പാട് വന്നാലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്തിന്റെ അപ്പുറത്തേക്ക് മറ്റൊരു മരുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ നിലാവിൻ്റെ പൂന്തന്നൽ അവരോടെൻ്റെ അനുരാഗം അണയാനിവനുണ്ടൊരു മോഹം കാണാനൊരു വഴിയെന്തുണ്ട് കാത്ത് കാത്ത് നിൽപ്പുണ്ട് കൊതി തീരാത്ത കാവ്യങ്ങൾ കേൾക്കാത്തവരായാരുണ്ട് സിനാനി ജിബാലി ജമാലും അജ്മൽ നൂറേ വാഴ്ത്തുന്നു സബലോക ജയനിധി സമ്മാർഗം സന്തോഷം സായുജ്യം പൂനിബിയേ അകലെ മക്ക മരുമണ്ണില്ല നിലാവിൻ്റെ പൂന്തന്നൽ അവരോടെൻ്റെ അനുരാഗം അണയാനിവനുണ്ടൊരു മോഹം. അന്നൊരു നാളിൽ മക്കത്ത് വന്നു പിറന്നൊരു പൂമുത്ത് ആമിന ബീവിക്കോമനയാൽ അബ്ദുൽ കൺമണിയാൽ മുത്ത് മുഹമ്മദ് മുസ്തഫ മാനവലോകം വാഴ്ത്തിയ നബി പാലനമോതിൽ തന്ന നബി അന്നൊരു നാളിൽ മക്കത്ത് വന്നു പിറന്നൊരു പൂമുത്ത്. അസ്സലാമു അലൈക്കും. Parents and my dear friends, Assalamu alaikum. Today I got to speak fair words about our beloved Holy Prophet Muhammad Mustafa Sallallahu Alaihi Wasallam. Rabiul Awwal is the birth month of Holy Prophet. Our beloved Holy Prophet was born on 12th Rabiul Awwal. Miladun Nabi is a day to express our love for our beloved Holy Prophet. Our ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ് ജനിച്ചതല്ലേ ഒരു ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതർ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദ്
ഒളിത്തിളങ്ങിയ മണിവിളക്കത് മതിയിലും അഴകേ തെളിവാക്കിട്ടു മഹിയില ഇല മധുരിത കണിയേ നബിയെ മലർത്താജ നബിയെ താലപ്രഭയെ തളിപ്പൂവിനഴകേ ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതൻ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദൻ ത്വഹ ജനിച്ചതല്ലേ ഹൈറുൽ ബശർ നബി ഖാതിം നബിയെ അല്ലാഹുടയോൻ പ്രിയമേറും നദിയെ ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതൻ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദൻ ത്വഹ ജനിച്ചതല്ലേ ഒളി ചന്ദ്രപ്പൂ പോലെ വന്നതല്ലേ ഒരുവന്റെ ദൂതൻ പിറന്നതല്ലേ മക്കത്തെ മുഖ്യ ഖുറൈശി വീട്ടിൽ മഹ്മൂദൻ ത്വഹ ജനിച്ചതല്ലേ യാ നബി സലാം യാ റസൂൽ സലാം ഖാതിമുൻ നബി അലൈഹിം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഖാതിമുൻ നബി അലൈഹിം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഖാതിമുൻ നബി അലൈഹിം സലാം യാ നബി സലാം യാ റസൂൽ സലാം ഖാതിമുൻ നബി അലൈഹിം സലാം ഖാതിമുൻ നബി അലൈഹിം സലാം അസ്സലാമു അലൈക്കും. എന്തായാലും പ്രിയമുള്ള കൂട്ടുകാരെ, എനിക്കൊന്ന് നിങ്ങളോട് പറയാനുള്ളൂ. നമ്മുടെ മാതാപിതാക്കൾ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം. അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുതെന്നാണ് മുത്തുനബി പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ അറിവിനെ കുറിച്ച് 2 വാക്ക് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഭൗമോപരിതല സൃഷ്ടികളിൽ ഉന്നതനാണ് മനുഷ്യൻ. ഭൂമിയിലുള്ള ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. തൻ്റെ ജീവിതം ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങൾ തേടിപ്പിടിക്കാനുമുള്ള ഒരു ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് 1 ചിറക് മുളച്ചു, 2 ഭാഷ പഠിച്ചാൽ നിനക്ക് 2 ചിറക് മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രശസ്തമാണ്. കൂടുതൽ അറിവുകൾ തേടുന്നതിലൂടെ മനുഷ്യൻ തൻ്റെ ജീവിത ലക്ഷ്യങ്ങളിൽ എത്തുകയാണ് ചെയ്യുന്നത്. ചോമില്ലല്ലോ. ഒന്നും പറയേണ്ട എൻ്റെ സുഹൃത്തിന്, എല്ലാം കൊളായി. എന്താ ഉണ്ടായത്? നീ എന്നോട് പറ. നമുക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് നോക്കാലോ. പരിഹാരമില്ലാത്ത പ്രശ്നമാണ് എൻ്റെ മോനെ. SSLC പാസ്സായാൽ എനിക്ക് ഇപ്പാടെ വക ഒരു ഓഫർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എന്നിട്ട് കിട്ടിയില്ലേ? ഒരു മൊബൈൽ വാങ്ങിച്ചു തരാമെന്നായിരുന്നു ഉപ്പ പറഞ്ഞത്. ഉമ്മ കാരണം അത് പോയി. ഉമ്മ എന്താ പറഞ്ഞത്? ഇനി പഠനഭാരം കൂടുകയാണെന്നും മൊബൈൽ വാങ്ങിച്ചു തന്നാൽ പഠനത്തിനുള്ള ശ്രദ്ധ കുറയുമെന്നും റീചാർജ് ചെയ്യാനേ കാശ് ഉണ്ടാവുമെന്നും പറഞ്ഞു. പിന്നെ എന്തെങ്കിലും പറഞ്ഞോ? പിന്നല്ലാതെ മൊബൈൽ വാങ്ങിച്ചു തന്നാൽ വഴി തെറ്റാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പോലും. സ്വയം നിയന്ത്രിക്കും. മദീനത്ത് മയങ്ങുന്നു മരതകമായി വിളങ്ങുന്നു മഹബൂബ് നബിയെ സലാം അലൈക സലാം അലൈക. മനസ്സകം കവർന്നൊരു കനിവിന്റെ പൊൽഗുരു മഹമൂദ് റസൂലേ സലാം അലൈക സലാം അലൈക. റൂഹി ഫിദാക യാ റസൂലല്ലാഹ് റൂഹി ഫിദാക യാ നസീബല്ലാഹ്. നമ്മുടെ ഗ്രാമത്തിലെ യുവഗായകൻ മുഹമ്മദ് റിസ്വാൻ വേദിയിലെത്തുന്നു. ഉപചാരപൂർവ്വം ക്ഷണിക്കുന്നു. ബലിപെടുമീ മഹിമത്തൻ മുഹിബരിൽ ശേഷവിശേഷണമായി ദേശരസൂൽ പുതുമാ ലേശമിതിൽ ഉഗമാ തെളിപ്പെടും പാശും മശർതാരോ അതിശയം പേശും സിറാ പിരിശോർ തെളിപ്പെടും പാശും മശർതാരോ അതിശയം പേശും സിറാ പിരിശോർ സുഗന്ധം സുഗന്ധമിമ്പരിലമ്പീരിമ്പമിലമ്പിളി മുന്ത് ബഗീന്ത് ബഗുത്ത് പടപട ബുദ്ധ ചതുർ ഗുണബത്തതിലൊത്ത് സനത്ത് കതിർ 10-30 ഒത്തുകുവത്തതിലൊത്ത് കതിത്ത് മലക്ക് ഫുറുക്കാനെ മുത്തിറ ഒത്തുകുവത്തതിലൊത്ത് കതിത്ത് മലക്ക് ഫുറുക്കാനെ ബലിപെടുമീ മഹിമത്തൻ മുഹിബരി
ശേഷവിശേഷണമായി ദേശരസൂൽ പുതുമാ ലേശമിതി Assalamualaikum. Nabiye, Nabiye, Mustafa Nabiye, 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 Mustafa Nabiye, Nabiye. Tangan cincin tu patah, melihat setiap. Tangan cincin tu patah, melihat setiap. Nabiye, Nabiye, Mustafa Nabiye, 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 Mustafa Nabiye, Nabiye. Amala chotin kadale, kadale. Amala chotin ayagi, ayagi. Amala chotin kadale, kadale. Amala chotin ayagi, ayagi. Nabiye, Nabiye, Mustafa Nabiye, 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 Mustafa Nabiye, Nabiye.
അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഗാനം അർഷാദ് ഷാനവാസ്. അസ്സലാമലൈക്കും. ആദരക്കനിമരം ത്വഹ റസൂലി ആസ്വരം തരുമരം ഹൈറാം സബീലി ആലമില്ല അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി നെങ്കും ജമാലി നബി 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 ഉലകിൽ സലാം സലാം നിലാവേ നബി നബി ഉലകിൽ കലാം കലാം പ്രഭാവേ പ്രഭാമയം കിരണം പ്രപഞ്ച വിധാനം പ്രവാചക പ്രഭുവേ പ്രശോഭനം വിധാനം ആദരക്കനിമരം ത്വഹ റസൂലി ആസ്വരം തിരുമരം ഹൈറാം സബീലി ആലമിൽ അനുഗ്രഹം നൂറേ കമാലി അലമുൽ ഹുദാനിധി ജമാലി. സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മെഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. പുത്തരുടുപ്പ് വെളുത്ത കുരുന്നുകളാണെന്താണ് റബ്ബിൽ പാളത്തിനൊത്തു കുസുമം പൂക്കളിരുന്നല്ലോ. മാസറബീഹിൽ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മെഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. അക്കു പറഞ്ഞതിൽ മുത്ത് റസൂലിനെ കൊത്തിയെറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിന് വിത്ത് മുളയ്ക്കാൻ ത്യാഗം ചെയ്തു മുത്ത്. അക്കു പറഞ്ഞതിൽ മുത്ത് റസൂലിനെ ദിനത്തിൽ മുത്തുനബിയുടെ കുറിച്ച് രണ്ട് വാക്ക് നാനും പറയട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നാം എന്നും പാരായണം ചെയ്യണം. ഖുർആനിൽ നിന്ന് ഒരു ഹർക്കത്ത് ഓതിയാൽ 10 പ്രതിഫലം നമുക്ക് ലഭിക്കും. ദിവസവും ഖുർആൻ ഓതാൻ ശ്രമിക്കണം. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്തിൽപ്പെട്ടതാണല്ലോ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നമ്മൾ എന്നും പാരായണം ചെയ്യാൻ. ഖുർആനിൽ നാം ഒരു ഹർക്കത്ത് ഓതിയാൽ 10 പ്രതിഫലം ലഭിക്കും. ദിവസവും നാം ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇത്രയും അസ്സലാമു അലൈക്കും. ദേശങ്ങൾ തേടി അലഞ്ഞവർ പുണ്യ സഹാബ നേരിട്ടൊരു ദീപം തെളിച്ചവരിച്ചൊരിയുന്നു സലാമ. സൂര്യനുദിക്കാൻ ദിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ്. സൂര്യനുദിക്കാൻ ദിക്കുക തേടിയവർ ഹബീബിന്റെ സത്യമതത്തിൻ വാഹകരാം പൊലിവ്. ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിട്ടൊരു ദീപം തെളിച്ചവരിച്ചൊരിയുന്നു സലാമ. ഈന്തപ്പനയോലച്ചോടി ഹബീബരെ ഓരോ തരവറിഞ്ഞ് ജീവിതമാനവിരോലിനു നൽകി കരം പിടിച്ചേ നടന്നു. ചുടുമണലിൽ വിളപ്പിച്ചു ഹബീബ് സബദം അകമുണരും അനുഭൂമിന് കൊള്ളുന്നൊരു സബദമിലവളയും. സത്യവിളക്ക് മലത്തണലോലം സുഫയൊരുക്കിയ വെൺമുകില് സ്വൽമൊഴി മുട്ടുകൾ കോർത്തി ഹദീസുകൾ നെഞ്ചിലെഴുത്തിയ രാസഹബ്. സത്യവിളക്ക് മലത്തണലോലം സുഫയൊരുക്കിയ വെൺമുകില് സ്വൽമൊഴി മുട്ടുകൾ കോർത്തി ഹദീസുകൾ നെഞ്ചിലെഴുത്തിയ രാസഹബ്. അനുഭവതാര സമാന സാർത്തികര് ദേശങ്ങൾ തേടി അലഞ്ഞവരുണ്ടവർ പുണ്യ സഹാബ നേരിട്ടൊരു ദീപം തെളിച്ചവരിച്ചൊരിയുന്നു സലാമ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഗാനം ആസിഫ് റസൂൽ. ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിന് മുത്തുകളാണോ ആമ്പൽ കൂള
തിരുതാമരയോ റസൂലുള്ള വൈദൂരക്കുന്നിന് മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനീർപ്പാൽ കടലാണോ കുടിലാണ് ഭവനങ്ങളിലതു നിധിയാണ് പടിവാതിൽ ചെറുതടിയാണ് നബി തങ്ങളുടെ പൂങ്കുടിലാണ് കനിവാം നബിയോരുടെ ഇരുപകലുകൾ കണ്ടേ ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അതിപ്പം It is our obligation to do so, because if he was not sent, what would be our condition? Yes, it is Prophet Muhammad sallallahu alaihi wasallam sent to the society where three things were essential: wine, war, and woman. However, within 23 years, he made them the leaders and winners of both the worlds. They entered the beautiful shore of Islam and spent their effort to spread Islam. Here let us get ready. മർഹബനാദം ഭൂതലമാകെ മുഴങ്ങുകയായി ഇവിടെ മാനസദസ്സിനാകെയും സ്വാഗതമോതുകയായി മീലാദ് സുദിനം ആഗതമായി മധുവുകളെങ്ങും ഉയരുകയായി മർഹബനാദം ഭൂതലമാകെ മുഴങ്ങുകയായി ഇവിടെ മാനസദസ്സിനാകെയും സ്വാഗതമോതുകയായി മക്കയിൽ ഹക്കുടയോനുടെ സെൽവഴി കാട്ടി പോയി മറിഞ്ഞു ചന്ദ്രകലതൻ ശോഭ ചൊരിഞ്ഞു സൂര്യന്റെ കൽവിൽ തേനൊളി മലരാ ആറ്റല നബി തന്റെ മോളെ മെഹദിയാം ഫാത്തിമ ബീവി മുത്ത് റസൂലിന്റെ കൽവിൽ തേനൊളി മലരാ അഹ്ലുബൈത്തിൽ ഉമ്മയാണ് അരുമപൂക്കനീറാണിയാണ് അഹ്മദർ തൻ കരളിനൊന്നും കുളിരൊളിയാണ് ഫാത്തിമ പൂവേ. നമ്മുടെ മുത്തുനബി ശപിച്ച ഒരു കൂട്ടുകാരുണ്ട്, അവരെ കുറിച്ചാണ് ഞാൻ എന്ന് പറയുന്നത്. ശവം എന്നാൽ നിങ്ങൾക്കറിയില്ലേ, ഗുണം പിടിക്കാതിരിക്കട്ടെ തുലയട്ടെ എന്നൊക്കെ പറയുക. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാതെ വയ്യ. അതെ, നമ്മൾ വീട്ടിലും എന്തെങ്കിലും അലമ്പുകളൊക്കെ കാണിച്ച ചില ഉമ്മമാരെങ്കിലും പറയാറില്ലേ, എടാ കുരുത്തം കെട്ടവനെ നശിച്ചവനെ എന്നൊക്കെ. അതന്നെ. എന്നാൽ ഞാൻ പറഞ്ഞേക്കാം, ഉമ്മമാരെ കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കരുത്. ഉമ്മമാരെ, നിങ്ങൾ ഞങ്ങളെ പറ്റി അങ്ങനെ പറയുകയും ചെയ്യരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം അതിന് ഇന്ന് വല്ല പ്രത്യേകതയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഓ പിടികിട്ടി, നബിദിനമാണല്ലോ. അതിനെന്താ ഇത്രയും അവകാശമൊക്കെ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ ബർത്ത്ഡേക്ക് നിന്റെ വീട്ടിൽ ആഘോഷിക്കാറുണ്ടോ? പിന്നല്ലാതെ. എൻ്റെ ഉമ്മയും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന സുദിനമല്ലേ അത്. കഴിഞ്ഞ തവണ എൻ്റെ ബർത്ത്ഡേക്ക് പായസം ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിന്റെ ജന്മത്തിൽ നിന്റെ കുടുംബത്തിന് ഇത്രമാത്രം സന്തോഷം പകരുന്നെങ്കിൽ ലോകത്തിനാകമാനം അനുഗ്രഹമായി ഉദിച്ച പുണ്യയുടെ ജന്മത്തിൽ നമ്മൾ എത്രമാത്രം സന്തോഷം കണ്ടെത്തണം. അവരല്ലേ നമുക്ക് പ്രിയപ്പെട്ടവർ. ഓ, ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ, എനിക്കത് തെറ്റി മനസ്സിലായി. എന്നാൽ ഇന്നത്തെ പരിപാടി أشافيه الأبتاه والحبيب العربي أنت تتله بيننا ഓർത്തു കരഞ്ഞു നാലും തേടി മുത്ത് റസൂലിനെ കാണാൻ പോയി കുഞ്ഞേളം കൽബാലെ മോഹം ഏറി മുക്തി വളർത്തിടാൻ കൊതിയും കോടി പൊന്നുമ്മ താരാട്ട് പാടും കേട്ടേറെ മുക്തി പുണ്യനാളും കൈമരം റസൂലെ ആസരം തെരുമരം ഹൈറാം സബീലെ ആലത്തിൻ അനുഗ്രഹം നൂറെ കമാലെ അലമുൽ ഹുദാ ലെങ്കും ജമാലെ
ജമീല് ആലമില്ലനുഗ്രഹം നൂറേ കമാല് അലമുൽ ഉദാനിധി ലെങ്കും ജമാല് നബി ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളിൽ അറിവും ഭക്തിയും അധികരിച്ചവൻ ഞാനാകുന്നു. എനിക്ക് മുൻഗാമികളുടെ അറിവ് നൽകപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തിയെക്കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഇപ്രകാരമാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 30 പേരുടെ ശക്തി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. സ്വഭാവ ഗുണത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. അമ്പരമാകി തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും നമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ. ഇമ്പമതോടെ തുമ്പികളായി പാറും പുണ്യ സ്വഭാവ തമ്മിടുമാത്തിരു പുണ്യഭക്തിയിൽ ചേർക്കണേ. അമ്പരമാകി തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും നമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ. ഇമ്പമതോടെ തുമ്പികളായി പാറും പുണ്യ സ്വഭാവ തമ്മിടുമാത്തിരു പുണ്യഭക്തിയിൽ ചേർക്കണേ. തിരുബന്ധം കൊണ്ട് നടന്നാൽ എന്തൊരു ചന്തം സുബഹാനെ. തിരുനബി ഗന്ധം കൊണ്ട് മരിച്ചാൽ എന്തൊരു ഭാഗ്യം റഹ്മാനെ. അമ്പരമാകെ തിളങ്ങി വിളങ്ങും താരം നോക്കി രസിക്കും നമ്പിയ രാജാവിൻ തിരുമുഖമേ കാട്ടണേ. ഇമ്പമതോടെ തുമ്പികളായി പാറും പുണ്യ സ്വഭാവ തമ്മിടുമാത്തിരു പുണ്യഭക്തിയിൽ ചേർക്കണേ. ആരോരും തുണയിലകം എന്ന് കരയുമ്പോൾ അകലാരിൽ കഴുകുന്നൂരേ. ആടുന്ന ഹൃദയത്തിൽ അടിത്തട്ടിലിരുന്നിട്ട് ആശ്വാസം പകരുന്ന ജീവേ. ആരോരും തുണയിലകം എന്ന് കരയുമ്പോൾ അകലാരിൽ കഴുകുന്നൂരേ. ആടുന്ന ഹൃദയത്തിൽ അടിത്തട്ടിലിരുന്നിട്ട് ആശ്വാസം പകരുന്ന ജീവേ. അതിർക്കത്തും റസൂലിന്റെ വരവെത്തും കിനാവിന്റെ ദിനവും കാത്തിരിപ്പാണ്. എന്നും കരൽ പൊട്ടും സ്വലത്തിന്റെ ഹാരം കെട്ടിട്ടവിന്റെ മധുവും കെട്ടിരിപ്പാണ്. എന്റെ മനസ്സിന്റെ കുളിരാണ്. അതിർക്കത്തും റസൂലിന്റെ വരവെത്തും കിനാവിന്റെ ദിനവും കാത്തിരിപ്പാണ്. എന്നും കരൽ പൊട്ടും സ്വലത്തിന്റെ ഹാരം കെട്ടിട്ടവിന്റെ മധുവും കെട്ടിരിപ്പാണ്. എന്റെ മനസ്സിന്റെ കുളിരാണ്. സ്നേഹിച്ചാരുടെ വ്യക്തി ഹൃദയത്തെ കവരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരേ. മോഹിക്കാനടുത്തെ മനസ്സിന് തോന്നുന്ന മോഹിക്കാനറിയാത്ത മഹമുദരേ. സ്നേഹിച്ചാരുടെ വ്യക്തി ഹൃദയത്തെ കവരുന്ന നോവിക്കാനറിയാത്ത തിരുതുതരേ. മോഹിച്ചാനടുത്തെ മനസ്സിന് തോന്നുന്ന നോവിക്കാനറിയാത്ത മഹമുദരേ. മക്കാവിൻ തന്നുറസൂൽ പിരിഞ്ഞു കരഞ്ഞു കടന്നു മദീന. ഹക്കായവനേകിയ പൂമടി തട്ടെന്തൊരു സീന. മൺതരി പോലും പുഞ്ചിരിയായി പുണ്യമദീന സുന്ദരിയായി അവളുടെ മഴയായി പെയ്തന്നു മുതൽ പിന്നെന്തൊരു പ്രേമമതാ. മക്കാവിൻ തന്നുറസൂൽ പിരിഞ്ഞു കരഞ്ഞു കടന്നു മദീന. ഹക്കായവനേകിയ പൂമടി തട്ടെന്തൊരു സീന. മൺതരി പോലും പുഞ്ചിരിയായി പുണ്യമദീന സുന്ദരിയായി അവളുടെ മഴയായി പെയ്തന്നു മുതൽ പിന്നെന്തൊരു പ്രേമമതാ. വീട്ടിൽ പൂതിനെത്തിയ സായിങ്ങളെ പ്രിയമുള്ളതൊക്കെ നൽകിയ മോഹിപ്പിങ്ങളെ. ത്വാഹാൽ ബദ്രു പാടിയ കുരുന്നുകളെ. ത്വാഹാൽ റസൂലിൽ ജീവിച്ചോരേ ജീവിച്ചോരേ. വീട്ടിൽ പൂതിനെത്തിയ അൻസാരിങ്ങളെ. പ്രിയമുള്ളതൊക്കെ നൽകിയ മോഹിപ്പിങ്ങളെ. ത്വാഹാൽ ബദ്രു പാടിയ കുരുന്നുകളെ. ത്വാഹാൽ റസൂലിൽ ജീവിച്ചോരേ ജീവിച്ചോരേ. പുണ്യമദീനെ ഉരുമുകയായി പുണ്യമിളങ്ങിയ പൂവനി
നിറഞ്ഞുള്ള പുലിയവരെ മരുഭൂമിയായി ഉദിച്ചോട് റസൂലിന്റെ മരുമകൻ അലി ഹൈദർ എന്നവരെ വഹീദിനായി കുടുക്കിന്റെ കരുത്തുള്ള ഉഷിരയുടെ നിറഞ്ഞുള്ള പുലിയവരെ ധീരത നിറഞ്ഞിടും മനക്കരുത്തേറെയുള്ള വിനയവും കവിഞ്ഞവരെ കളപ്പടയെന്നു നയിച്ചൊരു അഭിമന്യ നായകരെ ധീരത നിറഞ്ഞിടും മണക്കരുത്തേറെയുള്ള വിനയവും കവിഞ്ഞവരെ കളപ്പടയെന്നു നയിച്ചൊരു അഭിമന്യ നായകരെ ബഹറാണ് ഇഷ്കാൽ നിറവാണ് ഇതിഹാസങ്ങൾ തീർത്തവരാണ് ഇസ്ലാമിന്റെ പൈതൃകമാണ് ബഹറാണ് ഇഷ്കാൽ നിറവാണ് ഇതിഹാസങ്ങൾ തീർത്തവരാണ് ഇസ്ലാമിന്റെ പൈതൃകമാണ് മരുഭൂമിയിലായി ഉദിച്ചൊരു റസൂലിന്റെ മരുമകൻ അലി ഹൈദർ എന്നവരെ മഹീദിനായി കുടുക്കിന്റെ കരുത്തുള്ള ഉഷിര നിറഞ്ഞുള്ള പുലിയവരെ ഹൈബറിൻ വെടിമാറിൽ ജിഹാദിന്റെ വിജയത്തിൻ കൊടി നാട്ടിലുള്ളവരെ ഹൈറായ നബിയോർക്കും ഹുബേറ് നിറഞ്ഞുള്ള ഫാത്തിമ സൗജവരെ ഹൈബറിൻ വെടിമാറിൽ ജിഹാദിന്റെ വിജയത്തിൻ കൊടി നാട്ടിലുള്ളവരെ ഹൈറായ നബിയോർക്കും ഹുബേറ് നിറഞ്ഞുള്ള ഫാത്തിമ സൗജവരെ വീര്യം ഉയർന്നോടെ വന്യനിധിയോടെ ഉടയവനിൽ ശുക്രോദയാത്തെ ഉത്തമമായൊരു മാതൃക തീർത്ത് വീര്യം ഉയർന്നോടെ വന്യനിധിയോടെ ഉടയവനിൽ ശുക്രോദയാത്തെ ഉത്തമമായൊരു മാതൃക തീർത്ത് മരുഭൂമിയായി ഉദിച്ചൊരു റസൂലിന്റെ മരുമകൻ അലി ഹൈദർ എന്നവരെ മഹീദിനായി ഉടുക്കിന്റെ കരുത്തുള്ള ഉഷിരയുടെ നിറഞ്ഞുള്ള പുലിയവരെ മൊഴി മുത്തുകളും ഉലകത്തെ നന്മയ്ക്ക് സവിനയം പറഞ്ഞവരെ സന്മാർഗ റസൂലിന്റെ ചാരത്തായി അന്ത്യ നിദ്രയിലുള്ളവരെ സൈമൊഴി മുത്തുകളും ഉലകത്തെ നന്മയ്ക്ക് സവിനയം പറഞ്ഞവരെ സന്മാർഗ റസൂലിന്റെ ചാരത്തായി അന്ത്യ നിദ്രയിലുള്ളവരെ ത്യാഗം സഹിച്ചോടെ തക്വ നിറഞ്ഞോടെ ഹസമുസൻ പിതാവോരാണ് ഹക്കിൻ വഴി തിളങ്ങിയവരാണ് ത്യാഗം സഹിച്ചോടെ തക്വ നിറഞ്ഞോടെ ഹസമുസൻ പിതാവോരാണ് ഹക്കിൻ വഴി തിളങ്ങിയവരാണ് മരുഭൂമിയിലായി ഉദിച്ചോട് റസൂലിന്റെ മരുമകൻ അലി ഹൈദർ എന്നവരെ മഹീദിനായി ഉടുക്കിന്റെ കരുത്തുള്ള ഉഷിരയുടെ നിറഞ്ഞുള്ള പുലിയവരെ മരുഭൂമിയിലായി ഉദിച്ചോട് റസൂലിന്റെ മരുമകൻ അലി ഹൈദർ എന്നവരെ മഹീദിനായി ഉടുക്കിന്റെ കരുത്തുള്ള ഉഷിരയുടെ നിറഞ്ഞുള്ള പുലിയവരെ